ഹായ് ഫ്രണ്ട്സ്, ഇതാണ് ജീലി ടുഗേല. ജീലി എന്ന് പറയുന്നത് ഒരു ചൈനീസ് കമ്പനിയാണ്. നമ്മളെ നാട്ടിലില്ലാത്ത ഒരു കമ്പനിയാണ്. അതുകൊണ്ടാണ് ഇത് മെയിനായിട്ടൊരു വീഡിയോ ആക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചത്. അപ്പോൾ ഈ കാർ ഉണ്ടാക്കിയിരിക്കുന്നത് വോൾവോവും ജീലിയും കൂടിയിട്ടും കൊളാബറേറ്റ് ചെയ്തിട്ട് ഡിസൈൻ ചെയ്ത് ഇറക്കിയ ഒരു വണ്ടിയാണ്. ഈ കാറ് ഗ്രേ കളറാണ് ശരിക്ക്, പക്ഷെ പുറത്തുനിന്ന് നോക്കുമ്പോൾ വേറെ ഒരു കളർ പോലെ, അകത്ത് വേറെ കളർ പോലെ. ഇതാണ് ജീലി എന്ന ലോഗോ. അവരുടെ ലോഗോ ഇതാണ്. കുറേ ക്രോം ഫിനിഷൊക്കെ ഉണ്ട്. ഹെഡ്ലൈറ്റിൻ്റെ താഴെ കാണാം ഇങ്ങനെ ക്രോം. അത് ഇങ്ങനെ ഫുൾ ഗ്രില്ല് വരെ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് മറ്റേ ഹെഡ്ലൈറ്റ് വരെ. ഇപ്പോഴത്തെ പുതിയ എല്ലാ വണ്ടികൾക്കും അങ്ങനെ ഒരു ക്രോം ഫിനിഷ് ഉണ്ട് കുറേ വണ്ടികൾക്ക്. പക്ഷേ ഈ ക്രോം നല്ല ഫിനിഷ് ഉണ്ട്. അത് കാരണം ഒരു നല്ല ലക്ഷറി ഫീലിംഗ് ഉണ്ട് കാണുമ്പോൾ തന്നെ. പിന്നെ ഈ വണ്ടീൻ്റെ എൻജിൻ പറയുകയാണെങ്കിൽ ഇതൊരു 2 ലിറ്റർ പെട്രോൾ എൻജിനാണ്, ടെർബോ അടക്കമുള്ളത്. ബോണറ്റ് കുറച്ച് ലോങ് ആണ്. അതിൻ്റെ കൂടെ മേലെ ഒരു നല്ലൊരു പാറ്റേണും ഉണ്ട്. കാറ് അതുകൊണ്ട് നല്ലൊരു സ്ലീക്കാണ്. ഇനി നമുക്ക് വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. ഈ കാർ ജീലി ടുഗേല 2 ലിറ്റർ പെട്രോൾ ടെർബോ എൻജിനാണ്. 0 to 100 km/h ഇൻ 6.8 സെക്കൻഡ്സ്. അതാണ് കമ്പനി പറയുന്നത്. ഹോഴ്സ് പവർ എന്ന് പറഞ്ഞാൽ ഇതിൽ 238 ഹോഴ്സ് പവറാണ്. നമുക്കിനി ഇതിൻ്റെ ഹെഡ്ലൈറ്റ് ഒന്ന് കാണാം. ഹെഡ്ലൈറ്റ് ഫുൾ ടൈം LED ഹെഡ്ലൈറ്റാണ്. അതിലൊരു തരം പാറ്റേൺ ഉണ്ട്. പക്ഷെ ഇതിൽ കുറച്ച് റിഫ്ലക്ഷൻ കാരണം നമുക്കിങ്ങനെ പെട്ടെന്ന് മനസ്സിലാവണില്ല. അത് ഓണാക്കി കണ്ടാൽ കുറച്ച് ക്ലിയർ ആവും. പിന്നെ ഇതിൻ്റെ ഫ്രണ്ട് ഗ്രില്ല് കാണുമ്പോൾ നല്ലൊരു പാറ്റേൺ ഉണ്ട്. ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷ് ആയിട്ടാണ്. പിന്നെ ഈ സൈഡിലേക്കും LED ഹെഡ്ലൈറ്റ്. പിന്നെ താഴത്തേക്ക് വരുമ്പോൾ ബമ്പറിൽ കുറേ സെൻസേഴ്സൊക്കെ കാണാം. ബമ്പർ അവിടെ ക്യാമറയും കാണാം. അങ്ങനെ താഴെ പിന്നെയും ഒരു ബ്രഷ്ഡ് അലുമിനിയം പീസ് ഉണ്ട്. സൈഡിൽ ഈ ഇൻലെറ്റാണ്, എയർ ഇൻലെറ്റാണ്. അതൊരു എയറോ ഡൈനാമിക്സിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സംഭവമാണ്. ഇതിൻ്റെ വീൽ ആർച്ചസ് കാണാം. വീൽ ആർച്ച് ഒരു ഫൈബർ പീസാണ്. വീൽ ആർച്ചും ടയറിൻ്റെ ഗ്യാപ്പ് നല്ലൊരു ഗ്യാപ്പ് ഉണ്ട്. പിന്നെ നമ്മളിങ്ങോട്ട് മേലേക്ക് നോക്കുമ്പോൾ ഈ ഫ്രണ്ട് ഗ്ലാസ് നല്ല സ്ലോപ്പായിരിക്കണേ. ആ സൺറൂഫ് അത് ഓപ്പണായിട്ട് കാണാനുണ്ട്. അത് ഓപ്പൺ ആകുമ്പോഴാണ് അതങ്ങനെ മേലേക്കായിട്ട് കാണുക. പിന്നെ ഇങ്ങോട്ട് ഹെഡ്ലൈറ്റിൻ്റെ കണ്ട് കാണുമ്പോൾ ആ 3 പാറ്റേൺ കാണാം ലെഫ്റ്റ് സൈഡിൽ. അതിൻ്റെ കൂടെ ജീലി ഫുൾ LED എന്ന് എഴുതിയിരിക്കണേ. അലോയ്സ് ബ്ലാക്ക് ഗ്ലോസി ഫിനിഷാണ്. 20 ഇഞ്ച് അലോയ്സാണ് ഇതിന്. ടയർ സൈസ് 245/45/20. ഗുഡിയറിൻ്റെ ഈഗിൾ F1 ടയേഴ്സാണ്. ഈഗിൾ F1 നമ്മളെ നാട്ടിൽ കുറച്ച് ഫേമസ് ആണ്. സൈഡ് മിറർ ബോഡി കളർ തന്നെയാണ് കാണുന്നത്. പിന്നെ ഈ വണ്ടിൻ്റെ ഷേപ്പ് സൈഡിൽ നിന്ന് കാണാൻ ഇങ്ങനെ ഒരു നല്ലൊരു സ്ലോപ്പ് ഉണ്ട്. ഇതൊരു ക്രോസ് ഓവർ SUV ആയത് കാരണമാണ് ഇങ്ങനത്തെ ഒരു ഷേപ്പ്. കമ്പാക്റ്റ് ക്രോസ് ഓവർ എന്ന് പറയുന്നതിന്. ഫ്യൂവൽ ക്യാപ്പ് വലിയൊരു ഫ്യൂവൽ ക്യാപ്പാണ്. പിന്നെ ബാക്കിലത്തെ ടയറും ഡിസ്ക് ബ്രേക്കാണ്. നമുക്ക് ഗ്രൗണ്ട് ക്ലിയറൻസ് ഒന്ന് കാണാം. ഗ്രൗണ്ട് ക്ലിയറൻസ് നല്ല ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ട്. വണ്ടീൻ്റെ ബാക്കൊന്ന് നമുക്ക് കാണാം. അതിന് മുന്നേ ഈ സൈഡിൽ കണ്ട ബാക്ക് ഗ്ലാസ് നല്ല സ്ലോപ്പായി കിടക്കുന്നുണ്ട്. ഷാർക്ക് ഫിൻ ആൻറ്റിന ഉണ്ട്. ഈ ക്രോസ് ഓവറിൻ്റെ ലുക്ക് കിട്ടാനാണ് ഇങ്ങനെ ഈ സ്ലോപ്പ് ഇവിടുന്ന് ഇങ്ങനെ റൂഫ് വരെ പോകുന്നത്. ബാക്ക് ഗ്ലാസ്സിൽ കൂടെ നമുക്ക് ഉള്ളു മൊത്തമായിട്ട് ഇങ്ങനെ കാണാൻ പറ്റും. അങ്ങനെ നമ്മൾ താഴെ ബൂട്ടിലേക്ക് വരുമ്പോൾ ലൈറ്റിൻ്റെ താഴെ ഇവിടെയും അങ്ങനെ ക്രോമിൻ്റെ ഒരു ഫിനിഷ് ഉണ്ട്. അതങ്ങനെ ബൂട്ടിലേക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ പോയിട്ട് മറ്റേ ലൈറ്റിൻ്റെ താഴെയും ഇങ്ങനെ എത്തിയിരിക്കണം. ടെയിൽ ലൈറ്റും LED ലൈറ്റാണ്. ബാക്കിൽ ഈ ക്രോമ് നല്ല ലുക്കായിരിക്കണം. ഇനിയിപ്പോൾ നമ്മൾ താഴത്തേക്ക് വരുമ്പോൾ ഈ എക്സോസ്റ്റ് ടിപ്പും ക്രോം ഫിനിഷാണ്. ഈ എക്സോസ്റ്റ് ടിപ്പിൻ്റെ ചുറ്റോറം ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷിലുണ്ട് ഡിസൈൻ ഉണ്ട്. അതിങ്ങനെ മൊത്തമായിട്ട് ഇവിടുന്ന് മറ്റേ സൈഡ് വരെ
ഈ സ്കിഡ് പ്ലേറ്റ് അലുമിനിയം ഫിനിഷാണ്, അലുമിനിയം ബ്രഷ്ഡ് ഫിനിഷ്. എക്സോസ്റ്റ് ടിപ്സ് ക്രോം. അങ്ങനെ നമ്മൾ മേലേക്ക് വരുമ്പോൾ ഇവിടെ ഈ ക്രോമിൽ ജീലി എന്ന് ഓൾറെഡി എഴുതിയിരിക്കണം. അതിന് തൊട്ട് താഴെ ക്യാമറ ഉണ്ട്, റിവേഴ്സ് ക്യാമറയാണ്. ബാക്കിൽ ലെഫ്റ്റ് സൈഡിൽ ടുഗെല്ല എന്ന് ബാഡ്ജിങ്ങും ഉണ്ട്. ഇനി റൈറ്റ് സൈഡിൽ 4 വീൽ ഡ്രൈവ് 4WD. നമുക്ക് ബൂട്ടൊന്ന് തുറന്നു നോക്കാം. ബൂട്ട് ഓപ്പണിങ് ഓട്ടോമാറ്റിക്കാണ്. ബൂട്ടിൽ ധാരാളം സ്പേസ് ഉണ്ട്. 386 ലിറ്റേഴ്സ് എന്നാണ് കമ്പനി പറയുന്നത്. ബാക്ക് സീറ്റ് കാണാനുണ്ട്, അത് ഇങ്ങനെ മടക്കിയാൽ നല്ല സ്പേസ് കിട്ടും. സൈഡ് സ്റ്റോറേജ് ഏരിയ, ഫയർ എക്സ്റ്റിങ്ക്യൂഷർ. തുറന്ന് നോക്കിയാൽ സ്പെയർ വീല് കാണാം, സ്റ്റോറേജ് സ്പേസസ്. പിന്നെ ഇത് പ്രൊട്ടക്ഷൻ ഗാർഡ്. നമുക്കിത് പൂട്ടി വെക്കാം. മേലെ ഒരു ബട്ടൺ ഉണ്ട്, ആ ബട്ടൺ അമർത്തിയാൽ ബൂട്ട് ക്ലോസ് ആവും. സൈഡിലും ക്രോം ഫിനിഷ് ഉണ്ട്, അത് വിൻഡോൻ്റെ ഇങ്ങനെ മൊത്തമായിട്ട് ഉണ്ട്. നമുക്ക് ഇനി ഒന്ന് ഡോറ് തുറന്ന് നോക്കാം. ഇത് ഡ്രൈവർ സൈഡ് ഡോർ പാനലാണ്. അതിൽ ആംബിയൻ ലൈറ്റിങ്ങിൻ്റെ സ്ട്രിപ്പ് കാണാം. ബട്ടൺസും നല്ല ഫിനിഷ് ഉണ്ട്. പിന്നെ നമ്മൾ അകത്തേക്ക് വരുമ്പോൾ സ്റ്റെയറിംഗ് ഒരു ഫ്ലാറ്റ് ബോട്ടം സ്റ്റെയറിംഗ് ആണ്. അതിലും കുറേ കൺട്രോൾസ് ഉണ്ട്. സ്റ്റെയറിങ്ങുമേലും ജീലി എന്നുണ്ട് എംബ്ലം കാണാം. ഒരു സ്പോർട്ടി സ്റ്റെയറിംഗ് വീലാണ്. നമുക്കിനി സെൻട്രൽ കൺസോളൊന്ന് നോക്കാം. സെൻട്രൽ കൺസോളിൽ ഗിയർ ലിവർ നല്ല രസമുണ്ട്. കുറേ ബട്ടൺസും കാര്യങ്ങളും ഉണ്ട്. അത് AC കൺട്രോൾസ്. ഇത് 12.3 ഇഞ്ച് സ്ക്രീനാണ്. ഫോൺ ചാർജിങ് പോയിൻ്റ് ഉണ്ട്. ഈ ഗിയർ നോബ് നല്ല സോഫ്റ്റ് ടച്ചാണ്. പലതരം ഡ്രൈവിംഗ് മോഡ്സ് ഉണ്ട്. അത് ഈ നോബ് വെച്ചിട്ട് നമുക്ക് തിരിച്ച് ആ ഡ്രൈവിംഗ് മോഡിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ആംറെസ്റ്റിൻ്റെ സൈഡിൽ സീറ്റ് മേലെ 2 ബട്ടൺസ് ഉണ്ട് സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് ഡ്രൈവറിന് വേണ്ടിയിട്ട്. പിന്നെ സെൻട്രൽ കൺസോൾക്ക് നമ്മൾ വരുമ്പോൾ അതിൻ്റെ താഴെ ഫോൺ ചാർജിങ് ഉണ്ട്. ഫോൺ അവിടെ വെക്കാൻ പറ്റും നമുക്ക്. ഇനിയിപ്പോൾ നമ്മൾ സീറ്റ് നോക്കുകയാണെങ്കിൽ സീറ്റും റെഡ് ആൻഡ് ബ്ലാക്ക് ലെതറിലാണ്. ഒരു സ്പോർട്ടി ഫിനിഷാണ്. മേലെ സൺറൂഫും ഉണ്ട്, അത് പാനറോമിക് റൂഫാണ്. പാസഞ്ചർ സൈഡിൽ AC വെൻ്റ് ഒരു ഗ്ലോസി ഫിനിഷ് ഉണ്ട്. മെറ്റീരിയൽ എല്ലാം നല്ല സ്ട്രോങ് മെറ്റീരിയൽ. പാസഞ്ചറിന് പിടിക്കാൻ സെൻട്രൽ കൺസോളിൽ ഒരു ഹാൻഡിലുണ്ട്, അതൊരു ബ്രഷ്ഡ് അലുമിനിയം ഫിനിഷ്. ഇവിടെ LED സ്ട്രിപ്പ് ഉണ്ട്. പാസഞ്ചർ സീറ്റിൻ്റെ സൈഡിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ബട്ടൺസും ഉണ്ട്. സ്കഫ് പ്ലേറ്റ്, LED സ്കഫ് പ്ലേറ്റ്. ഡോർ പാനലിലുണ്ട് സ്പീക്കേഴ്സാണ് ഇത്. 8 സ്പീക്കേഴ്സ് ഉണ്ട്. ഇത് വിൻഡോ താഴ്ത്തേണ്ട ബട്ടണ്. സൈഡ് മിററിൻ്റെ ഒരു സൈഡിൽ LED ലൈറ്റ് കാണാം. അതിന് താഴെ ക്യാമറ. ഇവിടെ മൊത്തം ബ്ലാക്ക്, അതിന് താഴെ 360 ഡിഗ്രി ക്യാമറ. ഡോറിൻ്റെ താഴെ സൈഡിലായിട്ട് ഒരു പ്രൊട്ടക്ഷൻ പ്ലേറ്റ് ഉണ്ട്, അത് ബ്രഷ്ഡ് അലുമിനിയം ഫിനിഷാണ്. ഫ്രണ്ട് സീറ്റ്സിൻ്റെ ബാക്കിൽ ഒരു നല്ല ഡിസൈൻ ഉണ്ട്, അലുമിനിയം ഫിനിഷ് ആയിട്ട്. അതിന് താഴെ സ്റ്റോറേജ് പോക്കറ്റ്, പിന്നെ AC വെൻറ്റ് ബാക്കിലത്തെ ആൾക്കാർക്ക് വേണ്ടിയിട്ടാണത്. പിന്നെ ഉള്ളിൽ നല്ല സ്പേഷ്യസ് ആണ്. ലെതർ ഞാൻ പറഞ്ഞ പോലെ റെഡ് ആൻഡ് ബ്ലാക്ക് നല്ല സോഫ്റ്റ് ടച്ചാണ്. അതുപോലെ ഡോർമിലും ഒരു റെഡും ബ്ലാക്കും കോമ്പിനേഷൻ തന്നെയാണ്. ഈ റെഡ് ലെതറും നല്ല സോഫ്റ്റാണ്.
ഈ പാനൽ കുറച്ച് ഹാർഡ്, നല്ല ഫിനിഷും ഉണ്ട്. ഇവിടെ റെഡും വൈറ്റും സ്റ്റിച്ചിങ് കാണാം. താഴെ സ്റ്റോറേജ് ഏരിയ. ഹെഡ് റെസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ ഈ ബട്ടൺ അമർത്തിയാൽ മതി. ജീലി ടുഗെല്ലൻ്റെ സ്പെസിഫിക്കേഷൻസും പ്രൈസും ഒക്കെ കാണിക്കണ ഒരു ബോർഡ് ഇവിടെ വെച്ചിരിക്കുന്നത്. ഈ കാറിൻ്റെ ബ്രേക്ക് റെഡ് കാലിപ്പറാണ്, ബ്ലാക്ക് അലോയ്സും. ഈ വണ്ടീൻ്റെ പോലെ വേറൊരു വേരിയൻ്റ് ഇതിൻ്റെ സൈഡിലുണ്ട് റെഡ് കളറിൽ. അതിൻ്റെ അലോയ്സ് അതിന് സ്റ്റെയിൻലെസ് സ്റ്റീൽ അലോയ്സാണ്. ഈ ടുഗെല്ല ലക്ഷറി വേരിയൻ്റാണ്. നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് സ്പോർട്ട് വേരിയൻറ്റ്. അത്ര വലിയ ഡിഫറൻസ് ഒന്നുമില്ല. അലോയ് വീൽസിൽ കുറച്ചൊരു വ്യത്യാസം. മറ്റേത് ഗ്ലോസ് ബ്ലാക്കും ഇത് സ്റ്റീലും. LED ഹെഡ്ലൈറ്റും ബാക്കി ക്രോം ഫിനിഷും എല്ലാം ഓൾമോസ്റ്റ് സിമിലർ തന്നെയാണ്. വണ്ടിൻ്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ നാട്ടിലത്തെ ഒരു 20 lakhs മേലെ ഉണ്ട്. 20 to 25 lakhs ഉള്ളിലാണ്. താങ്ക് യു ഫോർ വാച്ചിങ്. Please subscribe.